നമസ്കാരം. NBS പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് NBS അംഗങ്ങളായിട്ടുള്ള വർക്കിംഗ് ക്ലാസിൻ്റെ കുറേയധികം പ്രേക്ഷകർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർക്കറിയേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്, അതൊന്ന് ഇനം തിരിച്ച് പറയണം. 2, ഒരു ഉദാഹരണ സഹിതം ആ ആനുകൂല്യങ്ങൾ ഏകദേശം എത്ര രൂപ വരുമെന്ന് ഒന്ന് കണക്ക് കൂട്ടി പറയണം. ഇത് രണ്ടുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് OPS അഥവാ ഓൾഡ് പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നതെന്നും അത് എത്രയൊക്കെ കിട്ടും എന്നുമുള്ള ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് ചെയ്തിരുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിലുള്ള ഐ ബട്ടണിലും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഇവിടെ NBS അംഗമായിട്ടുള്ള ഒരു ജീവനക്കാരന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട 1-2 പദങ്ങൾ, സാങ്കേതിക പദങ്ങൾ, നമുക്ക് മനസ്സിലാകാത്ത കുറേ സാങ്കേതിക പദങ്ങൾ ഇതിലുണ്ട് ഈ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള 1-2 പദങ്ങൾ മാത്രം ഒന്ന് പരിചയപ്പെട്ട് പോയതിനു ശേഷം വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തത് കോർപ്പസ് ഫണ്ടാണ്. നമ്മൾ ഈ അടയ്ക്കുന്ന തുകയെല്ലാം കോർപ്പസ് ഫണ്ടിലാണ് ചെല്ലുന്നതെന്നാണ് പറയുന്നത്. എന്താണ് കോർപ്പസ് ഫണ്ട്? NBS ഇനത്തിൽ നമ്മുടെ സാലറിയിൽ നിന്നും മാസാമാസം പിടിക്കുന്ന തുക അതെത്രയാണ്? നമ്മുടെ ബേസിക് പേയും DAയും ചേർന്ന തുകയുടെ 10% ആണല്ലോ. ആ 10% തുകയും അതിനോടൊപ്പം അതേ എമൗണ്ട്, തത്തുല്യമായ തുക ആര് കൊടുക്കുന്നുണ്ട്? നമ്മുടെ സർക്കാർ ഇടുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന തുക ചെന്ന് വീഴുന്ന ഒരു ഫണ്ട്, അതൊരു കോർപ്പസ് ഫണ്ടാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിനോടൊപ്പം ഇത് ഷെയർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് നമുക്കറിയാമല്ലോ. ഈ ഷെയർ മാർക്കറ്റിൽ നിന്നും ഇതിന് കിട്ടുന്ന റിട്ടേൺ, അഥവാ നമ്മൾ സാധാരണക്കാർ പലിശ എന്ന് പറയുന്ന വാക്ക് തന്നെ, ആ റിട്ടേണും കൂടി ചേർന്ന തുക, ഇതെല്ലാം കൂടെ ചേരുന്ന, അതായത് നമ്മുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പ്ലസ് റിട്ടേൺ, ഇത് മൂന്നും കൂടി ചേർന്ന തുകയ്ക്കാണ് കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ സഹിതമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ആ സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാം. മറ്റൊരു വാക്ക് ആന്വിറ്റിയാണ്. ആന്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റിൽ അവർ പറയുന്ന സംഗതി ഇതാണ്: നിങ്ങൾ ഒരു തുക ഈ ആന്വിറ്റിയിലേക്ക് നിക്ഷേപിക്കൂ, നിങ്ങൾക്ക് മാസാമാസം ഒരു നിശ്ചിത തുക ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, നമ്മളൊരു ലംസം എമൗണ്ട് ആന്വിറ്റിയിലേക്ക് ഇടുമ്പോൾ ഒരു നിശ്ചിത തുക മാസാമാസം നമുക്ക് തിരികെ കിട്ടും. ഫിക്സഡ് ആന്വിറ്റി, വേരിയബിൾ ആന്വിറ്റി, ഇൻഡെക്സ്ഡ് ആന്വിറ്റി, ഇങ്ങനെ പല ആന്വിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ട്രേഡിങ്ങിനെ സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശദമായി തന്നെ സംസാരിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് NBSലേക്ക് കിടക്കാം. ഈ വീഡിയോ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത കൂടി വർക്കിംഗ് ക്ലാസ്സിന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. ഇത് വർക്കിംഗ് ക്ലാസ്സിൻ്റെ 100ാമത്തെ വീഡിയോയാണ്. വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഈ 100ാമത്തെ വീഡിയോയിലേക്ക് ഏവരെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ സ്കീം ഉണ്ടല്ലോ, ഓൾഡ് പെൻഷൻ സ്കീം എന്ന് നമ്മൾ പറയുന്നത്. ഈ ന്യൂ പെൻഷൻ സ്കീം വന്നതിന് ശേഷമാണ് ഓൾഡ് പെൻഷൻ സ്കീം എന്നതിനെ മാറ്റിയത്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിലും അതുപോലെ തന്നെ NBSലും എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നമ്മുടെ ജീവനക്കാർക്ക് ലഭിക്കുന്നത്, പെൻഷൻ പറ്റുമ്പോൾ ലഭിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പെൻഷനാണ്. ഈ പെൻഷൻ ഓൾഡ് പെൻഷൻ സ്കീമിലും ന്യൂ പെൻഷൻ സ്കീമിലും എങ്ങനെയാണ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. ഓൾഡ് പെൻഷൻ സ്കീമിൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ ഗ്യാരൻറ്റീഡ് ആണ്, അല്ലേ? അതായത് നമുക്കൊരു ബേസിക് പെൻഷൻ നേരത്തെ തന്നെ നമുക്കറിയാം, അത്ര ഒരു പെൻഷൻ ഉണ്ടാകും. അതിൻ്റെ കൂടെ കാലാകാലങ്ങളിൽ DA വർധനവുണ്ടാകുന്നതനുസരിച്ച് നമുക്ക് പെൻഷനേഴ്സിനുണ്ടാകുന്ന DR കൂടി ചേർന്നിട്ടുള്ള ഒരു തുക നമുക്ക് ഗ്യാരൻറ്റീഡായിട്ട് നമുക്ക് ബേസിക് പെൻഷൻ പ്ലസ് DR എന്നുള്ളത് ഓൾഡ് പെൻഷൻ സ്കീമിൽ കിട്ടും. ന്യൂ പെൻഷൻ സ്കീമിൽ എങ്ങനെയാണ് പെൻഷൻ കിട്ടുന്നത്? അവിടെ വേരിയബിൾ ആയിട്ടുള്ള ഒരു പെൻഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ DR ഇല്ല. കാലാകാലങ്ങളുണ്ടാകുന്ന DA വർധനവിനനുസരിച്ചുള്ള DR അവിടെ കൂടുന്നില്ല. വേരിയബിൾ ആയിട്ടുള്ള, അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൻഷനാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അത് തന്നെയും മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. ആ സമയത്ത് ഷെയർ മാർക്കറ്റ് എങ്ങനെ നിൽക്കുന്നോ അതിന് ആനുപാതികമായിട്ടുള്ളൊരു തുകയായിരിക്കും നമുക്ക് മാസാമാസം ലഭിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് അങ്ങ് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു പെൻഷനായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത് നേരത്തെ കൂട്ടി തന്നെ ആ ആന്വിറ്റി കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കും, ഇത്ര രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും. അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ മുൻകൂട്ടി അവരെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം മാർക്കറ്റിൽ നിന്നും ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ എത്ര കൂടിയാലും നമുക്കൊരു മിനിമം എമൗണ്ട് അവിടെ ഉണ്ടാകും. എങ്കിലും അത് വേരി ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് പെൻഷനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തത് DCRG ആണ്. DCRG എന്ന് പറഞ്ഞാൽ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി. നമ്മൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുകയോ സർവീസിനിടയ്ക്ക് മരിച്ചു പോവുകയോ ചെയ്യുമ്പോൾ നമുക്ക് സർക്കാർ തരുന്ന ഒരു ലംസം ആണ്
DCRG എന്ന് പറയുന്നത്. ഇത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്ന് നമ്മുടെ ക്വാളിഫയിങ് സർവീസ്, മറ്റൊന്ന് ബേസിക് പേ. ഇത് രണ്ടും അടിസ്ഥാനമാക്കിയാണ് നമുക്ക് DCRG ലഭിക്കുന്നത്. ഈ DCRG ഓൾഡ് പെൻഷൻ സ്കീമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ന്യൂ പെൻഷൻ സ്കീമിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് DCRG ലഭിക്കുന്നില്ല. ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ ഇക്കാര്യം ഞാൻ വ്യക്തമാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ റീപോസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഓൾഡ് പെൻഷൻ സ്കീമിൽ നമുക്ക് DCRG ഉണ്ട്, ന്യൂ പെൻഷൻ സ്കീമിൽ അഥവാ NPSൽ നമുക്ക് DCRG ഇല്ല. അടുത്തത് കമ്മ്യൂട്ടേഷനാണ്. എന്താണ് ഈ കമ്മ്യൂട്ടേഷൻ എന്ന് നമുക്കറിയാം. പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, വളരെ വ്യക്തമായി നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തതുമാണ്. അതായത് നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ, ആ പെൻഷൻ്റെ 40% മുൻകൂട്ടി നമുക്ക് കയ്യിൽ വാങ്ങാൻ കഴിയും. അതൊരു 12 വർഷത്തേക്കുള്ള പെൻഷൻ ഒരുമിച്ച് കണക്ക് കൂട്ടി അതിൻ്റെ 40% അതൊരു നല്ല തുക വരും. അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അത് ഓൾഡ് പെൻഷൻ സ്കീമിലേ ഉള്ളൂ ഈ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ന്യൂ പെൻഷൻ സ്കീമിൽ ഈ കമ്മ്യൂട്ടേഷൻ നമുക്ക് ലഭ്യമല്ല. അതിനു പകരം മറ്റൊരു ലംസം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വഴിയെ പറയാം. അടുത്തത് നമ്മൾ പോകുന്നത് ടെർമിനൽ സറണ്ടറിലേക്കാണ്. ടെർമിനൽ സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏൺ ലീവ് അക്യൂമുലേറ്റ് ചെയ്യാൻ കഴിയും. സറണ്ടർ ചെയ്യാതെ നമ്മൾ അക്യൂമുലേറ്റ് ചെയ്താൽ നമ്മുടെ സർവീസ് അവസാനിക്കുന്ന കാലത്ത് നമുക്ക് ബാലൻസ് ഉള്ള ഏൺ ലീവ് മുഴുവൻ നമുക്ക് ഒരുമിച്ച് സറണ്ടർ ചെയ്ത് പണമാക്കി മാറ്റാൻ കഴിയും. ഇതിനെയാണ് ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 300 ലീവാണ്. ഈ 300 ലീവ് നമുക്ക് ഓൾഡ് പെൻഷൻ സ്കീമിലും ന്യൂ പെൻഷൻ സ്കീമിലും സറണ്ടർ ചെയ്ത് പണമാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ടെർമിനൽ സറണ്ടർ OPSലുമുണ്ട്, NPSലുമുണ്ട്. അടുത്തതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി വരുന്നത്. നമുക്ക് ഓൾഡ് പെൻഷൻ സ്കീമിൽ ഒരു ലംസമായി കിട്ടുന്നത് നമ്മുടെ കമ്മ്യൂട്ടേഷൻ എമൗണ്ട് ആണ്. അത് പെൻഷനിലുള്ള 60% നമുക്ക് പെൻഷനായി തരികയും 40% കമ്മ്യൂട്ട് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യുകയാണ്. ഇതിന് സമാനമായി ഒരു ലംസം എമൗണ്ട് ന്യൂ പെൻഷൻ സ്കീമിലുമുണ്ട്. നമ്മുടെ കോർപ്പസ് ഫണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോർപ്പസ് ഫണ്ട്, ആ കോർപ്പസ് ഫണ്ടിൽ കിടക്കുന്ന തുകയുടെ 60% വരെ പെൻഷൻ പറ്റുന്ന സമയത്ത് പിൻവലിക്കാൻ കഴിയും. അപ്പോൾ അതൊരു ലംസം എമൗണ്ട് ആണ്. ആ ലംസം എമൗണ്ടിൻ്റെ ഫെസിലിറ്റി ഓൾഡ് പെൻഷൻ സ്കീമിലില്ല, ന്യൂ പെൻഷൻ സ്കീമിലേ ഉള്ളൂ. അത് എത്ര വരും, അത് എത്ര വലിയ തുകയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, 40% ആന്വിറ്റിയിലേക്ക് പോവുകയും, ആന്വിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ആന്വിറ്റിയിലേക്ക് പോവുകയും ബാക്കി 60% നമുക്ക് പിൻവലിക്കാനും കഴിയും. ഈ 40% അവിടെ കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് ഉള്ളതാണ് നമുക്ക് നമ്മുടെ വേരിയബിൾ ആയിട്ടുള്ള പെൻഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ OPSലും NPSലും എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി NPSലും OPSലും, അതായത് ഓൾഡ് പെൻഷൻ സ്കീമിലും ന്യൂ പെൻഷൻ സ്കീമിലും ഓരോ ഇനത്തിലും നമ്മൾ ഈ പറഞ്ഞ DCRG, പെൻഷൻ, ടെർമിനൽ സറണ്ടർ, ലംസം, കമ്മ്യൂട്ടേഷൻ, ഇങ്ങനെ ഓരോ ഇനത്തിലും എത്ര രൂപ വീതമാണ് നമ്മുടെ കയ്യിൽ കിട്ടാൻ സാധ്യത എന്നാണ് നമ്മൾ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഉദാഹരണം ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത് ബാധകമാകുന്നതിന് ചില ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്താറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ലെങ്ത് ഓഫ് ക്വാളിഫയിങ് സർവീസ്. നമ്മൾ എത്ര വർഷം ജോലി ചെയ്തു എന്നുള്ളത്. ഞാൻ ഇതിൽ ഉദാഹരണത്തിൽ പറയുന്ന അത്രയും സർവീസ് ദൈർഘ്യമായിരിക്കില്ല നിങ്ങൾക്കുണ്ടാവുക. ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് ക്വാളിഫയിങ് സർവീസ് ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് പേ പ്ലസ് DA. ഞാനിവിടെ പറയുന്ന ഒരു ബേസിക് പേ ഒരു ഉദാഹരണം മാത്രമാണ്. ഈ ബേസിക് പേ ആയിരിക്കില്ല നിങ്ങളുടെ ഇപ്പോഴത്തെയും റിട്ടയർ ചെയ്യുമ്പോഴുമുള്ള ബേസിക് പേ. ഈ DA ഞാൻ പറയുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ എത്ര DA ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ അന്ന് റിട്ടയർ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് എത്ര DA ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നത് ഒരു ഉദാഹരണമാണ്. ആ സമയത്ത് എത്ര DA ഉണ്ടോ അത് വെച്ച് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ കാൽക്കുലേഷൻ നടത്തേണ്ടത്. അപ്പോൾ ബേസിക് പേയും DAയും മാറാം, ലെങ്ത് ഓഫ് ക്വാളിഫയിങ് സർവീസ് മാറാം. അതുപോലെ തന്നെ ആ സമയത്ത് ഷെയർ മാർക്കറ്റിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റാറ്റസ്, ആ സമയത്ത് ഇതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് നിൽക്കണമെന്നില്ല, ചിലപ്പോൾ ഇതിലും കൂടിയേക്കാം. ഞാൻ ഈ പറയുന്ന ഉദാഹരണത്തിൽ പറയുന്ന 1% ആയിരിക്കില്ല അന്ന്, അതിൽ കൂടുതലുണ്ടാകാം, അല്ലെങ്കിൽ അതിൽ കുറവുണ്ടാകാം. എന്തായാലും ഇതിൽ ഞാൻ പറയുന്നത് ഒരു ആവറേജ് കണക്കാണ്. ഒരു ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. അത് നമ്മളിപ്പോൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കിത് അറിയാൻ വേണ്ടി നമ്മളൊരു ഉദാഹരണം പറയുകയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 ഘടകങ്ങളും മാറുന്നതനുസരിച്ച് മാറ്റം വരാം. ഇവിടെ ഞാനൊരു സെനാരിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. 2 പേർ
അവരിൽ ഒരാൾ 2013 മാർച്ച് 31 ജോലിയിൽ പ്രവേശിക്കുന്നു. അന്ന് അദ്ദേഹത്തിന് 35 വയസ്സാണ് പ്രായം. രണ്ടാമത്തെയാൾ തൊട്ടടുത്ത ദിവസം 1/4/2013 ഏപ്രിൽ 1 ജോലിയിൽ പ്രവേശിക്കുന്നു. അദ്ദേഹത്തിനും 35 വയസ്സാണ് പ്രായം. ഇവിടെ ഈ ഡേറ്റുകൾ ഇങ്ങനെ പറയാൻ കാരണം, ഇതിൽ ആദ്യത്തെയാൾ 2013 മാർച്ച് 31 ജോയിൻ ചെയ്തയാൾ ഓൾഡ് പെൻഷൻ സ്കീമിലും 1/4/2013 ജോയിൻ ചെയ്തയാൾ ന്യൂ പെൻഷൻ സ്കീമിലുമായിരിക്കും. അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള പെൻഷൻ സ്കീമിലെ അംഗങ്ങളാണ്. ഒരാൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, മറ്റേയാൾ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലുള്ള ആളുമാണ്. അപ്പോൾ ഈ രണ്ടു പേർക്കും റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ കണക്ക് കൂട്ടാൻ പോകുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും റിട്ടയർമെന്റ് ഏജ് ഞാൻ 2038 ആക്കുകയാണ്. അവിടെ ഒരു സംശയം വന്നേക്കാം, ഓൾഡ് പെൻഷൻ സ്കീമിലുള്ള ആൾക്ക് 56 വയസ്സിൽ റിട്ടയർ ചെയ്യണ്ടേ എന്ന്. പക്ഷേ പെൻഷൻ പ്രായം വർധനവ് ഉണ്ടായി എന്ന് കരുതുക. ഇനിയും ഒരു 13 വർഷം മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഈ 13 വർഷത്തിനിടയ്ക്ക് ഒരു പെൻഷൻ പ്രായം വർധനവൊക്കെ ഉണ്ടായാൽ ഇയാൾ 60ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതായത് 2038. മറ്റേയാൾ NBS ആണ്. അദ്ദേഹത്തിന് എന്തായാലും പെൻഷൻ പ്രായം 60 ആണ്. അദ്ദേഹവും 2038 റിട്ടയർ ചെയ്യുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ക്വാളിഫയിങ് സർവീസ് എത്രയായിരിക്കും? 25 വർഷമായിരിക്കും. കാരണം 2013 ജോയിൻ ചെയ്തു, 2038 റിട്ടയർ ചെയ്യുമ്പോൾ 25 വർഷമാണ് ഇവരുടെ ക്വാളിഫയിങ് സർവീസ്, രണ്ടുപേരുടെയും ക്വാളിഫയിങ് സർവീസ്. ഇവരുടെ ബേസിക് പേ നോക്കാം. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ബേസിക് പേയും DAയും കൂടി ചേർന്ന് ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക. 2013 അതിനുശേഷം പേ റിവിഷനുകൾ വന്നു, ശമ്പള വർധനവുണ്ടായി, ആനുവൽ ഇൻക്രിമെൻറ്റ്, പ്രൊമോഷൻ, ഗ്രേഡ്, ഇതിലൂടെയെല്ലാം ശമ്പള വർധനവുണ്ടായി. ഇപ്പോൾ അവർ രണ്ടുപേരും നിലനിൽക്കുന്നത് 50,000 രൂപ ബേസിക് പേ പ്ലസ് DA എന്ന നിരക്കിലാണ്. അപ്പോൾ ബേസിക് പേയും DAയും ചേർന്ന് 2025 അവർക്ക് എത്ര ഉണ്ട്? 50,000 രൂപയുണ്ട്. ഇനി 2038 ഇവർ റിട്ടയർ ചെയ്യുമ്പോൾ എത്ര രൂപ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നമ്മുടെ ഹിസ്റ്റോറിക്കലി ഉണ്ടായിട്ടുള്ള വർധനവ് അനുസരിച്ച് ഇപ്പോൾ 50,000 രൂപയുള്ള ഒരാൾക്ക് എന്തായാലും അന്ന് 1 ലക്ഷത്തിനടുത്ത് എന്തായാലും സാലറി ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ്. കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ 2038 ഇവർ റിട്ടയർ ചെയ്യുമ്പോൾ ഇവർക്കൊരു 90,000 രൂപ ബേസിക് പേയും 25% DAയും ഉള്ളതായി കണക്കാക്കുക. അപ്പോൾ ഈ സെനാരിയോ ബേസ് ചെയ്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, എങ്കിലും ഒരു ഏകദേശ രൂപം വ്യക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു സതുദ്ദേശം മാത്രമാണ് വർക്കിംഗ് ക്ലാസ്സിന് ഈ വീഡിയോയിലൂടെ ഉള്ളത്. ഏതെങ്കിലും ഒരു സിസ്റ്റം മോശമാണെന്നോ മറ്റേ സിസ്റ്റം മെച്ചമാണെന്നോ സ്ഥാപിക്കാനൊന്നും വർക്കിംഗ് ക്ലാസ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ ഓൾഡ് പെൻഷൻ സ്കീമിലും ന്യൂ പെൻഷൻ സിസ്റ്റത്തിലും അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലും നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓരോ ആനുകൂല്യങ്ങളും വേറെ വേറെ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് DCRG ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓൾഡ് പെൻഷൻ സ്കീമിലും ന്യൂ പെൻഷൻ സ്കീമിലും ഉള്ളവരുടെ DCRG നമ്മൾ ആദ്യമേ പറഞ്ഞു, ഓൾഡ് പെൻഷൻ സ്കീമിൽ മാത്രമേ ഉള്ളൂ DCRG. അപ്പോൾ DCRG ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചാണ്. അത് വെച്ച് നിലനിൽക്കുന്ന പെൻഷൻ സ്കീം, അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിൽ 90,000 രൂപ ബേസിക് ഉള്ള ഒരാൾക്ക് 25% DA, അതായത് 22,500, അതാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് പേ പ്ലസ് DA ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 2, അതായത് ബേസിക് പേ പ്ലസ് DA ഇൻറ്റു ലെങ്ത് ഓഫ് സർവീസ് ഡിവൈഡഡ് ബൈ 2 ആണ് DCRG കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല. 90,000 പ്ലസ് 22,500 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 2 അദ്ദേഹത്തിന് 14,06,250 രൂപ DCRG ആയി ഓൾഡ് പെൻഷൻ സ്കീമിൽ ലഭിക്കും. എന്നാൽ ന്യൂ പെൻഷൻ സ്കീം അഥവാ നാഷണൽ പെൻഷൻ സ്കീമിൽ അദ്ദേഹത്തിന് DCRG ഇല്ല. ടെർമിനൽ സറണ്ടർ കണക്കാക്കുന്നതിന് ഒരു ഫോർമുലയുണ്ട്, അത് നമുക്കറിയാം. നമ്മുടെ ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA അത് ടോട്ടൽ ചെയ്തതിന് ശേഷം അതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ഒരു ദിവസത്തെ സാലറി കിട്ടും. ആ സാലറിയെ അപ്പോൾ നമ്മുടെ ക്രെഡിറ്റിലുള്ള ലീവുകളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ടെർമിനൽ സറണ്ടർ. ഇവിടെ 90,000 പ്ലസ് 22,500 പ്ലസ് 90,000ന്റെ 4%. ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള HRA പെർസെൻറ്റേജ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 4% നമ്മുടെ HRA എന്നുള്ളത് കൊണ്ട് നമ്മൾ റിട്ടയർ ചെയ്യുന്ന 2038 4% HRA എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഇതിൽ കൂടാം, അല്ലെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് എമൗണ്ട് ആയിരിക്കാം നമുക്ക് തരുന്നത്. നമ്മൾ എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്ന HRAയുടെ പെർസെൻറ്റേജ് വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 90,000 പ്ലസ് 22,500 പ്ലസ് 90,000ന്റെ 4%, 3,600
ഡിവൈഡഡ് ബൈ 30, അതാണ് പെർ ഡേ സാലറി. എത്ര വരുന്നു? 3870. അതിനെ നമുക്കന്ന് 300 ഏൺ ലീവ് നമ്മുടെ ക്രെഡിറ്റിലുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 300 × 3870, അതായത് 11,61,000 രൂപയായിരിക്കും നമ്മുടെ ടെർമിനൽ സറണ്ടർ. ഇത് OPS-ലും NPS-ലും 11,61,000 ആയിരിക്കും. നമ്മുടെ ടെർമിനൽ സറണ്ടറിൽ ഒരു വ്യത്യാസവും വരില്ല. രണ്ടും NPS-ലായാലും OPS-ലായാലും ഒരേ ടെർമിനൽ സറണ്ടർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതുവരെ നമുക്ക് എന്തെല്ലാം കിട്ടി? നമുക്ക് കിട്ടിയത് DCRG നമ്മൾ കണക്ക് കൂട്ടി. OPS-ൽ 14,06,250, എന്നാൽ NPS-ൽ ആ DCRG ഇല്ല. അടുത്തത് ടെർമിനൽ സറണ്ടർ. OPS-ലും NPS-ലും 11,61,000 നമ്മുടെ ടെർമിനൽ സറണ്ടറായിട്ട് ലഭിക്കുന്നത്. ഇനി നമ്മൾ കണക്കാക്കാൻ പോകുന്നത് ഓൾഡ് പെൻഷൻ സ്കീമിലുള്ള പെൻഷൻ എത്രയെന്നാണ്. ആ പെൻഷൻ കണക്കാക്കിയതിന് ശേഷം നമുക്ക് NPS-ലെ പെൻഷനെ പറ്റി പറയാം. അപ്പോൾ ഓൾഡ് പെൻഷൻ സ്കീമിൽ നമ്മൾ പെൻഷൻ കണക്കാക്കാൻ പോവുകയാണ്. പെൻഷൻ കണക്കാക്കുന്നതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് ആവറേജ് ഇമോളുമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ 2 × ക്വാളിഫയിങ് സർവീസ് ഡിവൈഡഡ് ബൈ 30. ആവറേജ് ഇമോളുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടയർ ചെയ്യുന്ന മാസം മുതൽ പുറകോട്ടുള്ള 10 മാസത്തെ ബേസിക് പേ എടുത്തതിന് ശേഷം അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആവറേജാണ് നമ്മുടെ ആവറേജ് ഇമോളുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്വാളിഫയിങ് സർവീസ് നമുക്കറിയാം, നമ്മുടെ സേവന ദൈർഘ്യം. ആവറേജ് ഇമോളുമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ 2 × ക്വാളിഫയിങ് സർവീസ് ഡിവൈഡഡ് ബൈ 30. 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പെൻഷൻ ലഭിക്കണമെങ്കിൽ നമുക്ക് 30 വർഷത്തെ സർവീസ് വേണം. അത് കണക്കാക്കിയാണ് നമ്മുടെ ക്വാളിഫയിങ് സർവീസ് 30-ൽ ഇത്ര എന്ന് നമ്മൾ ഇവിടെ കണക്ക് കൂട്ടുന്നത്. ഇവിടെ 30-ൽ 25 അപ്പോൾ നമ്മൾ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. 90,000 ആവറേജ് ഇമോളുമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ 2 × 25 അദ്ദേഹത്തിൻ്റെ ക്വാളിഫയിങ് സർവീസ് ഡിവൈഡഡ് ബൈ 30. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 37,500 രൂപയാണ്. ഇതാണ് നമ്മുടെ ഒരു മാസത്തെ പെൻഷനായിട്ട് ഓൾഡ് പെൻഷൻ സ്കീമിൽ ലഭിക്കുന്നത്. എന്നാണ് നമ്മൾ 60 വയസ്സിൽ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ, അന്ന് പെൻഷൻ പ്രായം കൂടണം, അത് വേറെ കാര്യം. പെൻഷൻ പ്രായം കൂടി 60 ആവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് 37,500 രൂപയായിരിക്കും. ഈ പെൻഷൻ നമുക്ക് വേണമെങ്കിൽ ഈ 37,500 രൂപ വീതം മാസം കയ്യിൽ വാങ്ങാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 37,500-ൻ്റെ 40% നമുക്ക് 12 വർഷത്തേക്കുള്ളത് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കയ്യിൽ വാങ്ങാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഒരു ലംസം എമൗണ്ട് വരും. അത് എത്രയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തത് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ മന്ത്ലി പെൻഷൻ്റെ 40% എടുക്കുക. അതായത് 37,500-ൻ്റെ 40% എടുത്തതിന് ശേഷം അതിനെ 12 വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 9.81 കാണുന്നില്ല, ഇതെന്താണ്? ഇത് കമ്മ്യൂട്ടേഷൻ ഫാക്ടറാണ്. അപ്പോൾ ഈ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിനെപ്പറ്റി ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കുറേ നീണ്ടുപോകാനിടയുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ 60 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരാളുടെ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 9.81 ആണെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 37,500-ൻ്റെ 40% എന്ന് പറയുന്നത് 15,000 രൂപയാണ്. × 12 × കമ്മ്യൂട്ടേഷൻ ഫാക്ടർ 9.81. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17,65,800 രൂപയാണ്. ഈ തുക നമുക്ക് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങാൻ കഴിയും. എവിടെ? ഓൾഡ് പെൻഷൻ സ്കീമിൽ, അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിൽ ഈ 17,65,800 രൂപ നമുക്ക് കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങാൻ കഴിയും. ബാലൻസായി നമ്മുടെ കയ്യിൽ കിട്ടുന്ന പെൻഷൻ, മന്ത്ലി പെൻഷൻ എന്ന് പറയുന്നത് 22,500 രൂപ മാത്രമായിരിക്കും. 37,500 രൂപ വേണ്ട, നമുക്ക് 40% കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങാം എന്നുള്ളത് കൊണ്ടാണ് ഈ സൗകര്യം നമ്മൾ പ്രയോജനപ്പെടുത്തി നമ്മൾ 17,65,800 രൂപ കയ്യിൽ വാങ്ങുകയും 22,500 രൂപ പ്രതിമാസം പെൻഷനായി കയ്യിൽ വാങ്ങിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. DCRG ഓൾഡ് പെൻഷൻ സ്കീമിലുണ്ട്, NPS-ലില്ല. ടെർമിനൽ സറണ്ടർ OPS-ലുമുണ്ട്, NPS-ലുമുണ്ട്. പെൻഷൻ, OPS-ലെ പെൻഷൻ നമ്മൾ കണക്കാക്കി, NPS-ൽ നമ്മൾ ഇനി അങ്ങോട്ട് കണക്കാക്കാൻ പോവുകയാണ്. കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ലംസം എമൗണ്ട്, അത് ഓൾഡ് പെൻഷൻ സ്കീമിലുണ്ട്. NPS-ൽ അതിന് പകരമായി മറ്റൊരു ലംസമുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി പോകാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ന്യൂ പെൻഷൻ സ്കീമിൽ ലഭിക്കാനിടയുള്ള പെൻഷനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമുക്ക് ലംസമായി വാങ്ങാൻ കഴിയുന്ന എമൗണ്ടും അതെത്രയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്.
നമുക്കറിയാം, ആകെയുള്ള കോർപ്പസ് ഫണ്ടിൻ്റെ 60% നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്നത്. ഈ കോർപ്പസ് ഫണ്ടിൽ എന്തൊക്കെയാണുള്ളത്? നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ എംപ്ലോയി ഷെയർ ആയിട്ട് നമ്മുടെ ബേസിക് പ്ലസ് DAയുടെ ഒരു 10%, അതുപോലെ തന്നെ എംപ്ലോയർ ഷെയർ, ഗവൺമെൻറ് ഷെയർ ആയിട്ട് തത്തുല്യമായൊരു എമൗണ്ട്, നമ്മുടെ ബേസിക്കും DAയും ചേരുന്ന തുകയുടെ 10% തന്നെ ഗവൺമെൻറ് ഷെയറായും പോകും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൾ ഇന്ത്യ സർവീസിലുള്ള കേരള കേഡറിലെ ജീവനക്കാർക്ക് ഗവൺമെൻറ് ഷെയർ എന്ന് പറയുന്നത് 14%, എന്നാൽ നമുക്ക് ഗവൺമെൻറ് ഷെയർ എന്ന് പറയുന്നത് ബേസിക് പേയുടെയും DAയുടെയും 10%. അപ്പോൾ ആ 14% നമുക്കില്ല, നമുക്ക് 10% മാത്രമേ ഉള്ളൂ. ഇനി കോർപ്പസ് ഫണ്ടിലുള്ളത് മറ്റൊന്നാണ്, അതായത് നമ്മൾ ഈ അടയ്ക്കുന്ന തുക, നമ്മുടെ എംപ്ലോയി ഷെയറായ 10%, ഗവൺമെൻറ് ഷെയറായ 10% എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇത് പോകുന്നത് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, ബോണ്ടുകൾ എന്നിവയിലേക്കാണ് പോകുന്നത്. ഒന്ന് ഗവൺമെൻറ് ബോണ്ട്സാണ്. ഗവൺമെൻറ് ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ഗ്യാരൻറ്റിയോടുകൂടി നമുക്ക് റിട്ടേൺ ലഭിക്കുന്ന ഒരു ബോണ്ടാണ് ഗവൺമെൻറ് ബോണ്ട്. അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ചെറിയ ഒരു ഇൻട്രസ്റ്റേ ഉള്ളൂ, പക്ഷേ അത് ഗ്യാരൻറ്റീഡാണ്. ആ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുക തന്നെ ചെയ്തിരിക്കും. മറ്റൊന്ന് കോർപ്പറേറ്റ് ബോണ്ടുകളിലേക്ക് പോകും. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് കടം നൽകുകയാണ് ചെയ്യുന്നത്. അതിനും റിസ്ക് ഉണ്ട്, എന്നാലും ഒരു മിനിമൽ റിസ്ക് ആണ് അവിടെയുള്ളത്. പിന്നെ ഉള്ളത് ഇക്വിറ്റി ക്ലാസ് ആണ്. എന്താണ് ഇക്വിറ്റി ക്ലാസ് എന്ന് പറയുമ്പോൾ? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും വലിയ വലിയ കമ്പനികളുടെ ഷെയർ വാങ്ങാനാണ് ഈ തുക ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 തരങ്ങൾ, ഒന്ന് ഗവൺമെൻറ് ബോണ്ട്സിൽ പോകും, കോർപ്പറേറ്റ് ബോണ്ട്സിൽ പോകും. ഗവൺമെൻറ് ബോണ്ട്സിൽ വളരെ കുറച്ച് റിട്ടേൺ മാത്രമേ ഉള്ളൂ, കോർപ്പറേറ്റ് ബോണ്ട്സിൽ കുറച്ചുകൂടി റിട്ടേൺ ഉണ്ട്, ഇക്വിറ്റി ക്ലാസ്സിൽ കുറച്ചുകൂടി റിട്ടേൺ ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു 5% അത് നമ്മുടെ പെർമിഷനോട് കൂടി പോകുന്നത് ഹൈ റിസ്ക് ക്ലാസ്സുകളിലാണ്. ഈ ഹൈ റിസ്ക് ക്ലാസ്സുകളിൽ പോകുന്നതിന് റിസ്ക് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റിട്ടേണും കൂടുതലായിരിക്കും. ഇത് ഒരു 5% മാത്രം ഹൈ റിസ്ക് അസറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസ്സിൽ പോകുന്ന 5%, ബാക്കിയുള്ള 95% ഇതെല്ലാം നമുക്ക് റിട്ടേൺ തരുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് അഥവാ റിട്ടേൺ തരുന്നുണ്ട്. അപ്പോൾ ഈ റിട്ടേണും കൂടി ചേർന്ന തുകയാണ് കോർപ്പസ് ഫണ്ടിൽ കിടക്കുന്നത്. എംപ്ലോയി ഷെയർ, ഗവൺമെൻറ് ഷെയർ, ഇൻട്രസ്റ്റ് ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ്. ഈ ഇൻട്രസ്റ്റ് ഫ്രം ഷെയർ മാർക്കറ്റിന് പ്രത്യേകത ഉണ്ട്. അത് ലോങ് ടൈം ആയതുകൊണ്ടാണ് നമുക്ക് മോർ റിട്ടേൺ കിട്ടുന്നത്. നമ്മളൊരു കുറഞ്ഞ കാലയളവിലേക്ക് ഇടുകയാണെങ്കിൽ അത്രയും വലിയ റിട്ടേൺ നമുക്ക് കിട്ടണമെന്നില്ല. എന്നാൽ ലോങ് ടൈമിൽ, നമ്മളിപ്പോൾ 25 വർഷത്തേക്കാണ് ഇടുന്നത്, അപ്പോൾ അത്രയും ലോങ് ടൈമിലേക്ക് ഇടുന്നത് കൊണ്ട് ഇതിന് നല്ല രീതിയിലുള്ള റിട്ടേൺ നമുക്ക് ലഭിക്കാറുണ്ട്. നമ്മൾ ബാങ്കിലേക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ എത്ര രൂപ കിട്ടും? നമുക്കൊരു 8% ബാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മളൊരു 60 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് 8%, കൂടിപ്പോയാൽ 8.25%. അത് നമുക്ക് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയിരിക്കില്ല അന്നത്തെ. അപ്പോൾ എന്തായാലും ഒരു 8% നമ്മൾ കണക്ക് കൂട്ടുക, ബാങ്കിൽ നിന്ന് നമുക്ക് FDയുടെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. എന്നാൽ ഈ ഷെയർ മാർക്കറ്റിൽ നിന്ന് 10 മുതൽ 12 വരെ അല്ലെങ്കിൽ 15 വരെയൊക്കെ ഷെയർ മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടാറുണ്ട്. നമ്മളിവിടെ ഏറ്റവും മിനിമം എടുക്കുകയാണ്, 10% റിട്ടേൺ കിട്ടുന്നതായിട്ട് മാത്രമേ നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളൂ. വലിയ റിട്ടേണിലേക്ക് നമ്മൾ പോകുന്നില്ല, പോയിട്ട് വലിയൊരു തുകയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളിവിടെ ഒരു 10% നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നും റിട്ടേൺ ലഭിക്കുന്നതായിട്ട് കണക്ക് കൂട്ടുകയാണ്. ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 പേരുടെ ബേസിക് പേയും DAയും ഗവൺമെൻറ് ഷെയറും എംപ്ലോയി ഷെയറും എല്ലാം ചേർന്ന ഒരു ടേബിളാണ്. ഇത് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. സർവീസ് എൻട്രി എന്ന് പറയുന്നത് 2013 ഇവർ കയറിയത്. അന്ന് അവരുടെ ബേസിക് പേ പ്ലസ് DA എന്ന് പറയുന്നത് 10,000 അന്ന് എംപ്ലോയി ഷെയർ എന്ന് പറയുന്നത് 10%, 1000 രൂപ. ഗവൺമെൻറ് ഷെയർ എന്ന് പറയുന്നത് 1000 രൂപ. അങ്ങനെ ആ ഒരു വർഷം 2013 അവർ കയറുമ്പോൾ ഇനിഷ്യലി അവർക്ക് അവരുടെ എമൗണ്ട്, അവരുടെ ഷെയറായിട്ടും ഗവൺമെൻറ് ഷെയറായിട്ടും NPSലേക്ക് പോകുന്നത് 2000 രൂപയാണെന്ന് വയ്ക്കുക. അതിങ്ങനെ പടിപടിയായി ഉയർന്നവരുടെ ബേസിക് പേ ഉയർന്ന് 2025 എത്ര ആയത്? 50,000 ആയത്. അപ്പോൾ എത്രയായിരിക്കും? എംപ്ലോയി ഷെയർ 10%, 5000, ഗവൺമെൻറ് ഷെയർ 5000, അങ്ങനെ 10,000 രൂപ. 2038 ആകുമ്പോൾ ഇത് വീണ്ടും വർദ്ധിക്കുന്നു. നമ്മൾ പറഞ്ഞു 90,000 രൂപ ബേസിക് പേയും 25% DAയും. അങ്ങനെയാണെങ്കിൽ അത് 1,12,500 രൂപയായിരിക്കും അന്നത്തെ അവരുടെ ബേസിക് പേ പ്ലസ് DA എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും 10% ഗവൺമെൻറ് ഷെയറും 10% എംപ്ലോയി ഷെയറും രണ്ടും കൂടി ചേർന്ന് 22,500. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ 2,000, ആദ്യമൊക്കെ വളരെ കുറച്ച് തുക NPSലേക്ക് പോവുകയുള്ളൂ. പിന്നെ അത് കൂടി 10,000 അത് വീണ്ടും വർദ്ധിച്ച് 2038 ഇവർ റിട്ടയർ ചെയ്യുമ്പോൾ 22,500 അതായത് ഒരു സ്റ്റേബിളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നടക്കുന്നത്.
ഇതിൽ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ട്. അതുകൊണ്ട് നമുക്കിതിൻ്റെ എല്ലാം കൂടി ഒരു ആവറേജ് ഞാനൊരു 14,000 രൂപ ഓരോ മാസവും കോർപ്പസിലേക്ക് പോകുന്നതായിട്ട് കണക്ക് കൂട്ടുകയാണ്. ഇത് 14,000 ആണോ 12,000 ആണോ 10,000 ആണോ എന്നുള്ളതല്ല പ്രശ്നം. ഈ 14,000 രൂപ എന്ന് പറയുന്നത് ഒരു ആവറേജ് എമൗണ്ട് എടുത്തിരിക്കുകയാണ്. ഇത്രയും പോയാൽ എത്ര കിട്ടും എന്ന് മാത്രമാണ് ഇതിൽ കണക്ക് കൂട്ടുന്നത്. അല്ലാതെ ഈ 14,000 തന്നെ കൃത്യമായി പോകണം എന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു വർഷം എത്ര രൂപ അടവുണ്ടാകുന്നു? 14,000 നമ്മൾ ആവറേജ് എടുത്തിരിക്കുകയാണ്. 12 മാസം അടയ്ക്കുന്നു. അപ്പോൾ ഒരു വർഷത്തിൽ 1,68,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റയർ സർവീസ് പീരീഡ് എന്ന് പറയുന്നത് 25 വർഷമാണ്. 25 വർഷമാണെങ്കിൽ 14,000 × 12 × 25 42 ലക്ഷം രൂപയായിരിക്കും അവർക്ക് എംപ്ലോയി ഷെയറായും ഗവൺമെൻറ് ഷെയറായും കോർപ്പസിലേക്ക് ചെല്ലുന്നത്. ഇതിന് മാർക്കറ്റിൽ നിന്നും ഒരു 10% റിട്ടേൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 10, 12 ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ നമ്മളിവിടെ ഒരു 10% പെർ ആനം റിട്ടേൺ കിട്ടുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പോൾ 42 ലക്ഷം രൂപ നമ്മൾ കോർപ്പസിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ 10% വീതം ഓരോ വർഷവും നമുക്ക് റിട്ടേൺ ലഭിക്കുന്നതായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ 42 ലക്ഷം രൂപയ്ക്ക് 2038 എത്ര രൂപ റിട്ടേൺ ലഭിക്കും എന്നറിയണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു SIP കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഗൂഗിളിൽ കയറി SIP കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്താൽ കുറേ അധികം SIP കാൽക്കുലേറ്ററുകൾ നമുക്ക് ലഭിക്കും. അതിൽ നിന്നും ഒരു SIP കാൽക്കുലേറ്റർ ഉപയോഗിച്ച് 2038 എത്ര രൂപ റിട്ടേൺ കിട്ടും എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നു ഒരു SIP കാൽക്കുലേറ്ററിലേക്ക്. ഗൂഗിളിൽ SIP കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പേജ് വന്നു. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു SIP കാൽക്കുലേറ്റർ എടുക്കാം. ഞാനിവിടെ ഈ ഒരു SIP കാൽക്കുലേറ്റർ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് SIP കാൽക്കുലേറ്റർ. ഇവിടെ നമ്മൾ ഓരോ വാല്യൂസും ആഡ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾ ഓരോ മാസവും എത്ര രൂപ സേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ ഒരു ആവറേജ് 14,000 രൂപ എടുത്തിട്ടുണ്ട്. ആ 14,000 നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അടുത്തത് എത്ര വർഷത്തേക്കാണെന്നുള്ളതാണ്. നമ്മൾ 25 വർഷമാണ് അയാളുടെ ക്വാളിഫയിങ് സർവീസ്. ആ 25 വർഷവും നമ്മൾ 14,000 വീതം ഇടുന്നതായിട്ട് ഒരു ആവറേജ് കണക്കെടുക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഇതിൽ 12% ആണ് ഡിഫോൾട്ടായി കിടക്കുന്നത്. നമ്മൾ എന്നാൽ 10% എടുക്കുന്നുള്ളൂ. 10% എടുത്തു. ഇനിയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ടു ഇൻവെസ്റ്റഡ് എമൗണ്ട് 42 ലക്ഷം, പ്രോഫിറ്റ് 1,45,30,465. ഈ 42 ലക്ഷം രൂപ എത്ര രൂപയായി വർദ്ധിച്ചു? 1,87,30,465 വർദ്ധിച്ചു. അപ്പോൾ 14,000 രൂപ വീതം 25 വർഷം 10% റിട്ടേൺ റേറ്റിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 1,87,30,465 എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ കോർപ്പസിൽ ഇപ്പോഴുള്ളത് 1,87,30,465 രൂപയാണ്. ഞാൻ അതിൽ നിന്നും ആ 7,30,465 മാറ്റുകയാണ്. അത് 1,80,00,000 മാറ്റുന്നു. അതായത് 1.8 കോടി രൂപ നമ്മുടെ കോർപ്പസിൽ ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൽ 60% നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്നത് ലംസമായിട്ട്. അതായത് ഈ 1,80,00,000 രൂപയുടെ 60% നമുക്ക് ലംസമായിട്ട് വിഡ്രോ ചെയ്യാൻ കഴിയും. അതെത്ര വരും? 1,80,00,000 രൂപയുടെ 60% എന്ന് പറയുന്നത് 1,08,00,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ലംസമായി വിഡ്രോ ചെയ്യാൻ കഴിയുന്ന എത്രയാണ്? 1,08,00,000 രൂപ. ഇത് ടാക്സ് ഫ്രീ ആണെന്ന് കൂടി ഓർമ്മിക്കുക. ഈ ടാക്സ് ഫ്രീ ആയിട്ടുള്ള 1,08,00,000 രൂപ നമുക്ക് 60 വയസ്സ് തികഞ്ഞ് നമ്മൾ പെൻഷൻ പറ്റുമ്പോൾ ലംസമായിട്ട് ഇതിൽ നിന്നും വിഡ്രോ ചെയ്യാൻ കഴിയുന്നുണ്ട്. ബാലൻസ് എത്ര വരുന്നുണ്ട്? 72 ലക്ഷം രൂപ വരുന്നുണ്ട്. 1,80,00,000 നിന്നും 1,08,00,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 40%, അത് 72 ലക്ഷം രൂപയാണ്. ഇതാണ് ആനുറ്റിയിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് NPSൽ നമുക്ക് എന്ത് പെൻഷൻ കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ 72 ലക്ഷം രൂപ ആനുറ്റിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആനുറ്റിയിലുള്ള 72 ലക്ഷം രൂപയിൽ നിന്നാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്. നമുക്ക് ആനുറ്റിക്ക് ഒരു 6% പെർ ആനം ഇൻട്രസ്റ്റ് ലഭിക്കുന്നു എന്ന് കണക്ക് കൂട്ടാം. 5, 6, 7 പല രീതിയിൽ ഇതിൻ്റെ വ്യത്യാസം വരും. നമ്മൾ ഇതിനിടയ്ക്കുള്ള ഒരു 6% നമുക്ക് പെർ ആനം ആനുറ്റിയിൽ നിന്നും ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ 72 ലക്ഷത്തിൻ്റെ 6%, അതായത് 4,32,000 രൂപ ഒരു വർഷത്തെ റിട്ടേണായി നമുക്ക് ആനുറ്റിയിൽ നിന്നും ലഭിക്കും. ഇതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു മാസം നമുക്ക് ലഭിക്കുന്ന തുക കിട്ടും. അതെത്രയാണ്?
36,000 രൂപയാണ് ഓരോ മാസവും ഈ ആന്വിറ്റിയുടെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഈ ആന്വിറ്റി തുക അവിടെ തന്നെ കിടക്കും, 72 ലക്ഷം രൂപ. ഈ തുക എന്ന് പിൻവലിക്കാം? നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. നമ്മുടെ കാലശേഷം നമ്മുടെ അനന്തരാവകാശിക്ക് ഈ 72 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും. പ്രതിമാസം നമുക്ക് 36,000 രൂപ പെൻഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് NPSൽ നിന്നും ലഭിക്കുന്ന പെൻഷൻ തുക. ഇനി നമുക്ക് ഇതുവരെ ലഭിച്ചതെല്ലാം കൂടി ഒന്ന് നോക്കാം. DCRG, ടെർമിനൽ സറണ്ടർ, കമ്മ്യൂട്ടേഷൻ തുടങ്ങിയ ലംസം ഫിഗർ അതെല്ലാം കൂടി ചേരുമ്പോൾ OPSൽ നമുക്ക് കിട്ടുന്നത് 43,33,50 രൂപയാണ്. അവിടെ നമുക്ക് പെൻഷനായി ലഭിക്കുന്നത് 22,500 രൂപയാണ്. NPSൽ നമുക്ക് ലഭിക്കുന്ന ലംസം എന്ന് പറയുന്നത് 1,19,61,00,000 രൂപയാണ്. ഈ 43 ലക്ഷത്തിൻ്റെ സ്ഥാനത്താണ് 1,19,61,00,000 രൂപ നമുക്ക് ലംസമായി NPSൽ നിന്നും ലഭിക്കുന്നത്. NPSലെ നമ്മുടെ പെൻഷൻ 36,000 രൂപയാണ്. OPSൽ 22,500 രൂപയാണ്. ഇത് ഒരേ കാലയളവിൽ ജോലിയിൽ കയറുകയും ഒരേ സമയത്ത് തന്നെ റിട്ടയർ ചെയ്യുന്ന രണ്ടുപേരുടെ കമ്പാരിസനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതാണ് NPSും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഈ വീഡിയോയിലൂടെ ഒരിക്കലും NPS നല്ലതാണെന്നോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മോശമാണെന്നോ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. NPSൽ നമ്മൾ പ്രതിമാസം ഒരു തുക അടച്ചാലാണ് ഈ പെൻഷനും ലംസമും ഒക്കെ കിട്ടുന്നത്. എന്നാൽ OPSൽ പെൻഷന് വേണ്ടി നമ്മളൊന്നും തന്നെ അടയ്ക്കുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. NPSൻ്റെ കാര്യം നമുക്കറിയാം. അതിൽ വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പം മാർക്കറ്റ് ലിങ്ക്ഡ് പ്രോഫിറ്റ് ലഭിക്കുന്ന NPSും എന്നാൽ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് പെൻഷൻ സ്കീമും ഇത് തമ്മിലുള്ള ഒരു താരതമ്യം മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ഈ അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും വർക്കിംഗ് ക്ലാസ്സിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.